വയനാടിനു മാത്രമല്ല, കേരളത്തിന് തന്നെ മാതൃകയായിരുന്ന വെള്ളാർമല സ്കൂളിന്റെ പാട്ടും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടതോടെയാണ് സ്കൂൾ പുനർനിർമ്മിക്കുവാൻ കട്ടപ്പന ഓസാനം സ്കൂളിലെ കുട്ടികൾ കൈകോർക്കുവാൻ തീരുമാനിച്ചത്. എങ്ങനെ പണം കണ്ടെത്തുമെന്ന് കുട്ടികൾ കൂടിയാലോചിച്ചു. ഒടുവിലാണ് ഹൈറേഞ്ചിന്റെ ഇഷ്ടഭക്ഷണം കൂടിയായ ചെണ്ടൻ കപ്പയും കാന്താരിമുളകും വിൽപ്പന നടത്താൻ തീരുമാനിച്ചത്. പിന്നീട് കുട്ടികൾ തന്നെ കണ്ടെത്തിയ പണം മുടക്കി കപ്പ വാങ്ങി കാന്താരിയും എത്തിച്ചു. അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കപ്പയും പുഴുങ്ങി ചമ്മന്തിയും അരച്ച് പായ്ക്ക് ചെയ്ത് നിരത്തിലേക്ക് ഇറങ്ങി. കുട്ടികളുടെ മാതൃകാ പ്രവർത്തനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കാളിയായി. കേരളത്തെ സംബന്ധിച്ച് വയനാടിൻ്റെ ദുഃഖം നമ്മുടെ മനസ്സിൽ കയറിക്കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഭാഗമായി മാറുവാൻ ഓസാനം സ്കൂളിന് കഴിയുന്നു എന്നുള്ളത് അവിടെ സഹായകമായി നിലപാട് സ്വീകരിക്കുന്നതിന് അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂൾ അതിന് പകരമായി അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തികൾക്ക് സഹായകമാക്കപ്പെട്ടു. ഇത് ഫണ്ട് കളക്ഷൻ നടത്താൻ നിങ്ങൾ തെരുവിലിറങ്ങി എല്ലാവരെയും കാണും ആസ്വദിച്ചു കപ്പയും കാന്താരിമുളകും കടകളിൽ എത്തിച്ചു. അവിടുന്ന് ലഭ്യമാകുന്ന തുക ശേഖരിച്ചു ഇതിലേക്ക് വേണ്ടി നൽകുന്ന നൂതനമായ ഒരു നല്ല ആശയത്തിലൂടെ ഒരു ജനസമ്പർക്ക പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. കടകളിൽ കയറി വിൽപ്പന നടത്തുവാനായിരുന്നു വിദ്യാർത്ഥികളുടെ തീരുമാനം. പക്ഷേ വെള്ളാർമല സ്കൂളിനായി കുട്ടികൾ കൈകോർത്തതറിഞ്ഞ നാട്ടുകാരും ഇവരെ തേടിയെത്തി. വഴിയാത്രക്കാരും കപ്പയും ചമ്മന്തിയും ചോദിച്ചു വാങ്ങി. കപ്പ ചമ്മന്തി ചലഞ്ചിലൂടെ കിട്ടുന്ന പണം മുഴുവനും വെള്ളാർമല സ്കൂളിനായി എത്തിച്ചു നൽകും. റിപ്പോർട്ടർ, ഇടുക്കി.